ഹലോ, അഞ്ചിയയിലെ ഗോപുവിൻ്റെ അച്ഛനാണോ വിളിക്കുന്നത്? എന്നാ മൊബൈൽ ഫോണോ? ചെറുക്കൻ മൊബൈൽ ഫോൺ കൊണ്ട് ക്ലാസ്സിൽ വന്നിട്ടുണ്ടെന്നോ? ആഹാ, അപ്പം നിങ്ങൾ നോക്കിയില്ലേ? സ്കൂളിലുള്ളവരാ നോക്കേണ്ടതെന്നോ? കൊള്ളാലോ. ജെയിനി ടീച്ചറെ ഇങ്ങോട്ട് വിളിച്ചേ. ഗോപുവിനെയും കൂടി ഇങ്ങോട്ട് വിളിക്കാം, അവൻ്റെ ബാഗും എടുത്തുകൊണ്ട് വാ. ചെറുക്കൻ മൊബൈൽ ഫോൺ കൊണ്ടാണ് സ്കൂളിൽ വന്നേക്കുന്നതെന്ന്. മൊബൈൽ ഫോൺ കൊണ്ട് കൊച്ചു സ്കൂളിൽ വന്നിട്ടും ടീച്ചർ അറിഞ്ഞില്ല. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. ടീച്ചറെ അവൻ്റെ ബാഗ് പരിശോധിച്ചേ. അപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടാണ് സ്കൂളിൽ വന്നേക്കുന്നതെന്ന് അവൻ്റെ അപ്പം വിളിച്ച് പറഞ്ഞിപ്പോൾ. നോക്കാം. നല്ലോണം തപ്പ്. ഇല്ലേ? എടാ, നീ എന്തിനാണ് അച്ഛൻ്റെ മൊബൈൽ ഫോണും കൊണ്ട് വന്നത്? മൊബൈൽ ഫോൺ കൊണ്ട് സ്കൂളിൽ വരരുത് നിന്നോട് പറഞ്ഞിട്ടില്ലേ? ടീച്ചറെ, ഞാനൊന്നും അല്ല മൊബൈൽ ഫോൺ കൊണ്ട് വന്നത്. അച്ഛൻ എല്ലാ ദിവസവും വൈകുന്നേരം കുളിച്ചിട്ട് വന്നിട്ട് മൊബൈൽ ഫോൺ എടുത്ത് എറിയും. അമ്മ അവിടെ എവിടെയാണ് വീണേക്കുന്നതെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് എടുത്ത് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം അച്ഛൻ വരുമ്പോഴത്തേന് ആ ഫോൺ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഇന്നലെ അച്ഛൻ അതുപോലെ എറിഞ്ഞപ്പോഴുണ്ടല്ലോ, പോയി വീടിന് അടുത്ത വീട്ടിലെ സാറാമ്മ ചേച്ചിയുടെ പാലപ്പത്തിന് കുഴച്ച് വെച്ചേക്കുന്ന മാവിലോട്ടാണ്. സാറമ്മ ചേച്ചി ദേഷ്യത്തിന് അതെടുത്തൊരു ഒറ്റയേറ് അപ്പുറത്തെ വീട്ടിലെ കിണറ്റിൻ്റെ ഉള്ളിലാണ്. അമ്മയ്ക്ക് അത് പോയി എടുത്തു വെക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് ആ കിണറ്റിൽ കിടപ്പുണ്ട്. ഞാനൊന്നും അല്ല കൊണ്ടുവന്നത്. ഹലോ, അഞ്ചിയയിലെ ഗോപുവിൻ്റെ അപ്പനല്ലേ? അതെ, നിങ്ങളുടെ കിണറ്റിൽ നിങ്ങളുടെ മൊബൈൽ ഫോണൊന്നും കൊച്ചു കൊണ്ടുവന്നിട്ടില്ല സ്കൂളിലോട്ട്. അപ്പുറത്തെ വീട്ടിലെ കിണറ്റിലോട്ട് ആ സാറാമ്മച്ചേർത്തി എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പോയി മുങ്ങിത്തപ്പ്. അല്ല പിന്നെ സ്കൂളിലുള്ളവർ വേണം മൊബൈലും സൂക്ഷിക്കാൻ. എന്നാ ഒരു കാലമാണാവോ.